അബൂ ഹുറൈറയുടെ ഹദീസിൽ അംഗീകരിക്കാത്ത കുറേ ആളുകൾ, അവരെ സംബന്ധിച്ച് ഇസ്ലാമിലെ ചില വിഷയങ്ങളൊന്നും അവർക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ഹദീസ് സ്വീകരിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അതിനു പകരം ഒരു സ്വഹാബിനെ കണ്ട് മാറ്റി നിർത്തിയാൽ അതിലൂടെ മാറുന്നത് ചിലപ്പോൾ 4000 5000 ഹദീസുകളായിരിക്കും. അപ്പോൾ ഹദീസൊക്കെ കൊടുക്കുക, ഹദീസിനൊക്കെ കുഴപ്പമില്ല. പക്ഷേ അബൂ ഹുറൈറയെ പറ്റൂല എന്ന് പറഞ്ഞാൽ ഒരുപാട് വിശ്വാസ കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അതിനെ കണ്ടെത്തിയ ചില കുരുട്ടുബുദ്ധികളാണിതൊക്കെ. അത് ഷിയാക്കൾ, ഖവാരിജികൾ മുതൽ ഏത് പിഴച്ച കക്ഷികളെടുത്താലും അവരൊക്കെ സ്വഹാബിമാരെ ആക്ഷേപിച്ചവരാണ്. എല്ലാ സ്വഹാബിമാരെയും തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്നവർ ലോകത്ത് അഹ്ലുസുന്ന മാത്രമേ ഉള്ളൂ. അത് ഇസ്ലാമിൻ്റെ മുഴുവൻ കൂടിയാണ്. പിഴച്ച സംഘങ്ങൾക്കാർക്കും എല്ലാ സ്വഹാബികളും ഒരേപോലെ സ്നേഹിക്കാൻ കഴിയില്ല. കാരണം അവരുടെ പിഴച്ച നിലപാട് ശരിയാണ് എന്ന് സ്ഥാപിക്കണമെങ്കിൽ കുറേ ഹദീസുകൾ മാറ്റിവെക്കണം. ഇതാ 8ാം നൂറ്റാണ്ട് ജീവിച്ച ഇമാം ഷാത്തിബി റഹിമഹുല്ല അദ്ദേഹം പറയുന്നുണ്ട്, ഒരാൾ അഹ്ലുസുന്നയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ തെറ്റുകയും എന്നാൽ അയാളുടെ ശരി എന്ന് വാദിക്കുകയും ചെയ്യുന്നുവെങ്കിൽ രണ്ടിൽ ഒരു മാർഗം അയാൾ സ്വീകരിക്കേണ്ടി വരും. ഒന്നുകിൽ പ്രമാണമായി സ്ഥിരപ്പെട്ടതിനെ തള്ളേണ്ടി വരും, അല്ലെങ്കിൽ പ്രമാണമല്ലാത്തതിനെ പ്രമാണമായി സ്വീകരിക്കേണ്ടി വരും. പ്രമാണം അതേപടി സ്വീകരിച്ചാൽ അയാളെ വാദം തിരുത്തണം. അയാൾ തെറ്റായ വാദം ഉന്നയിക്കുകയും അതാണ് ഹക്ക് എന്ന് വാദിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഒന്നുകിൽ സ്വഹീ അല്ലാത്ത കൂടി എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ സ്വഹീ ആയത് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ സ്വഹീലത്ത് എടുക്കുമ്പോഴാണ് വഴീഫും മൗദൂവും കള്ളക്കറിയും കിലാപണ്ടതും പാട്ടാടിയതും ഒക്കെ എടുത്ത് ഇപ്പം ഈ തവസ്സുൽ ഇസ്തിഗാസ ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ സ്ഥാപിക്കാൻ അവിടെ കൊണ്ടുവരുന്നതാണ്. അവിടെ അറാബി പാട്ടാടി, ഇവിടെ മറ്റേ അറാബി കിലാവ് കണ്ടു, അവിടെ പോയപ്പോൾ അങ്ങനെ ഉണ്ടായി, ഇതൊക്കെ കൊണ്ടുവരുന്നതിനാണ്. അപ്പോഴതൊക്കെ സ്ഥാപിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ പ്രമാണമല്ലാത്തൊക്കെ സ്വീകരിച്ചാൽ അതൊക്കെ ശരിയായിരിക്കും. അപ്പോൾ ഇസ്തിഗാസയും തവസ്സുലും ഈ കണ്ട ഖബർ കെട്ടിപ്പൊക്കലും ഒക്കെ ന്യായമാണെന്ന് പറയാം. പക്ഷെ എന്ത് വേണം? പ്രമാണമല്ലാത്തതിനെ കൂടി പ്രമാണമായി കൊണ്ടുവരണം, അല്ലെങ്കിൽ പ്രമാണമായതിനെ തള്ളിക്കളയണം. അപ്പോഴാണ് ഈ ജിന്നും ശൈത്താനും സൈറും കണ്ണേറും ഇങ്ങനത്തെ ഒക്കെ ഇവിടെ തള്ളപ്പെട്ട് പോണത്. ആ ഹദീസ് എടുക്കൂല. എന്താ പ്രശ്നം? ഹദീസുകൾ എടുക്കും, പക്ഷേ ഈ ഹദീസ് വേണ്ട, അത് ബുദ്ധിക്കെതിരാണ്. അപ്പോഴേക്ക് വിശ്വാസം സ്വീകരിക്കാൻ പറ്റുള്ളൂ.